പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ, അതായത് നമ്മുടെ ഒരു ഏപ്രിൽ മാസം പുറത്തിറങ്ങിയ PSC ബുള്ളറ്റിനിലെ ഏകദേശം ഒരു 13ഓളം മാത്സിലെ ചോദ്യങ്ങളാണ്. വരാനിരിക്കുന്ന 2025 മുഴുവൻ പരീക്ഷകളിലും മാത്സ് നിങ്ങൾ കൃത്യമായി നിങ്ങളെ കൊണ്ട് നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മെമ്മിലെ മാത്സ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ചാപ്റ്റർ വൈസും വരുന്നുണ്ട്, അതേപോലെ തന്നെ PSC ബുള്ളറ്റിനിൽ വരുന്ന മിസലേനിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. ഇന്ന് 13 ചോദ്യങ്ങളും 13 ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മെമ്മിൽ അപ്ലോഡ് ചെയ്തതുപോലെ. പിന്നെ ഒരു കാര്യം, മെമ്മിനകത്തെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 40ഓളം മെമ്മിൻ്റെ സെഷൻസ് ആയിട്ടുണ്ട്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 300 മുതൽ 400 വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക കാണുക. 300 മുതൽ 400 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. എൻ്റെ ചോദ്യം ഇതാണ്: 300 മുതൽ 400 വരെ എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ടാകും? 300 മുതൽ 400 വരെ പ്രത്യക്ഷത്തിൽ നമുക്ക് 100 എണ്ണൽ സംഖ്യകളാണ് എന്ന് തോന്നും, പക്ഷേ 101 എണ്ണമുണ്ട്. ഓക്കെ, അത് ആദ്യം പഠിക്കണം. 300 മുതൽ 400 വരെ, 10 മുതൽ 20 വരെ എത്ര സംഖ്യകളുണ്ട്? അത് 11 സംഖ്യകളുണ്ട്. 10 മുതൽ 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, കണ്ടോ, 21 സംഖ്യകൾ, അല്ല 11 സംഖ്യകളുണ്ട്. അപ്പം 300 മുതൽ 400 വരെ എത്ര സംഖ്യകളുണ്ട്? 101 സംഖ്യകളുണ്ട്. അപ്പോൾ 300 മുതൽ 400 വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക കാണാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തുകയുടെ ഫോർമുല എഴുതണം. S is equal to n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഇങ്ങനെ നമ്മൾ എഴുതണം. അതിനുശേഷം ഇവിടെ n എന്ന് പറഞ്ഞാൽ 300 മുതൽ 400 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 101 എണ്ണമുണ്ട്. അവിടെ n-ൻ്റെ അവിടെ 101 എന്ന് എഴുതണം. ഡിവൈഡഡ് ബൈ 2. ഇവിടെ x1 എന്ന് പറഞ്ഞാൽ 300, ആദ്യത്തെ നമ്പർ 300, പ്ലസ് ഇവിടെ xn എന്ന് പറഞ്ഞാൽ അവസാനത്തെ നമ്പർ 400. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 300 400 കൂടി കൂട്ടണം. അപ്പൊ 101/2, ഇത് 700. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഈ 2ഉം ഈ 700 കൂടി വെട്ടിപ്പോകുന്നു. അപ്പോൾ 350 എന്ന് കിട്ടും. ഇനി ഈ 350 101 കൂടി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 350, 101 ഇൻറ്റു 35. ഓക്കെ, 5 0 5, ഇവിടെ 3 0 3. ഓക്കെ, 5 3 5 3. ഇനി ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരമായി 35,350. 35,350. ഓക്കെ, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 300 മുതൽ 400 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 300 മുതൽ 400 വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് നമ്മൾ ആദ്യം നോട്ട് ചെയ്യണം. എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ 101 സംഖ്യകളാണ് ഉള്ളത്. ഇനി നമ്മുടെ ഈ ഫോർമുല ആദ്യം നമ്മൾ എഴുതണം. S is equal to n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് നമ്മൾ 101 എന്ന് പ്ലേസ് ചെയ്യണം. ഇവിടെ x1 എന്ന് പറഞ്ഞാൽ 300 പ്ലേസ് ചെയ്യണം. ഇവിടെ 400. ഇപ്പൊ 300 മുതൽ 400 വരെയുള്ള എണ്ണൽ സംഖ്യ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 300 എന്നും ഇവിടെ 400 എന്നും എഴുതുക. 300 400 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 700 കിട്ടും. ഈ 2ഉം 700 കൂടെ ക്യാൻസൽ ആവും. 350 തവണ 350 ഇൻറ്റു 101, 35,350 ആണ് ഇതിനകത്തെ ഉത്തരം. ആൻസർ A ആണ് കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. പോളിനോമിയൽ. നമ്മൾ കഴിഞ്ഞ ദിവസം മെമ്മോ ചെയ്തപ്പോഴും പോളിനോമിയലിനകത്തുനിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ട്. അപ്പൊ പോളിനോമിയലിനകത്തുള്ള ഒരു ചോദ്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. പോളിനോമിയലിനകത്തുള്ള ചോദ്യമാണെന്ന് എങ്ങനെയാ മനസ്സിലായത്? ഇങ്ങനെ f(x) എന്നോ f വേറെ ഏതെങ്കിലും ഒരു ലെറ്ററോ തന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം അത് പോളിനോമിയലാണ്. അപ്പൊ ഇതൊരു പോളിനോമിയലാണ്. f of t എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിനൊന്ന് എടുത്തെഴുതാം. f of t is equal to at² പ്ലസ് 3at പ്ലസ് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു പോളിനോമിയലാണ്. എക്സിന് പകരമായി അവർ ടി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചു എന്നത് മാത്രമാണ് പ്രത്യേകത. ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. ഇവിടെ നമുക്ക്
f(2) മൈനസ് f(1) സമം 15 ആണെങ്കിൽ എയുടെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് f(2) കണ്ടുപിടിക്കണം. f(2) കണ്ടുപിടിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. f(2)നെ കണ്ടുപിടിക്കാം. f(2) ദാ ഇങ്ങനെയാണ് f(2) കണ്ടുപിടിക്കുക. f(2) ഈ ഇക്വേഷനിൽ ഈ തന്നിരിക്കുന്ന പോളിനോമിയലിൽ t എന്ന് കാണുന്ന സ്ഥലത്തെല്ലാം 2 കൊടുക്കുക. അപ്പോൾ a ഇൻറ്റു 2ന്റെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 പ്ലസ് 5. കണ്ടോ, a ഇൻറ്റു 2ന്റെ സ്ക്വയർ 4 പ്ലസ് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? ആണ്, 6 ആണ്, പ്ലസ് 5. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 4a പ്ലസ് 11 എന്ന് കിട്ടുന്നു. ഇങ്ങനെ കിട്ടി, f(2) കിട്ടി. ഇനി നമുക്ക് f(1) കണ്ടുപിടിക്കാം. f(1) കണ്ടുപിടിക്കാൻ t കണ്ട സ്ഥലത്തെല്ലാം നമ്മൾ 1 കൊടുക്കുക. a ഇൻറ്റു ഇവിടെ t കണ്ട സ്ഥലത്ത് 1 കൊടുക്കുക. 1ന്റെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 5. ഇവിടെ 1ന്റെ സ്ക്വയർ 1 ആണ്. 1 ഇൻറ്റു a ആണ്. a പ്ലസ് 3 പ്ലസ് 5. അങ്ങനെയാണെങ്കിൽ a പ്ലസ് 8 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് f(1) കിട്ടി, f(2) കിട്ടി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? f(2) നിന്നും f(2) എത്രയാണ്? 4a പ്ലസ് 11 മൈനസ് അടുത്തത് f(1) എത്രയാണ്? a പ്ലസ് 8. f(2) നിന്ന് f(1) കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയെന്നാണ് തന്നിരിക്കുന്നത്? 15. കണ്ടോ, 15. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 4a ഇത് മൈനസ് ഈ ബ്രാക്കറ്റിനകത്തുള്ള എക്ക് ബാധകമാണ്. 4aയിൽ നിന്ന് ഒരു a പോയാൽ 3a. 11 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചാൽ 11 മൈനസ് 8. 11 ഈ മൈനസ് ഇവിടെ 8ന് വരും. അപ്പോൾ 11 മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 3 സമം 15. ക്ലിയർ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3നെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പൊ 3a ഇസ് ഈക്വൽ ടു 15 മൈനസ് 3. 3a ഇസ് ഈക്വൽ ടു 12. a ഇസ് ഈക്വൽ ടു 12/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ ദ ആൻസർ ഈസ് 4. എയുടെ വാല്യൂ നമുക്ക് കിട്ടി, 4 എന്ന് കിട്ടി. എടാ ശ്രദ്ധിക്കണം, നമുക്ക് ആദ്യം എന്താണ് പറഞ്ഞു തുടങ്ങിയത്? നമുക്ക് ആദ്യം ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഈ പോളിനോമിയലിൽ f(2) മൈനസ് f(1), ആദ്യം f(2) എഴുതി. f(2)ന്റെ വാല്യൂ കിട്ടി. അടുത്തത് f(1) എഴുതി. f(1)ന്റെ വാല്യൂ കിട്ടി. f(2)ൽ നിന്നും f(1) കുറച്ചാൽ ഉത്തരം 15 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. f(2) മൈനസ് f(1) 15. ഇത് കുറച്ച് കൃത്യമായി കണ്ടോ. 4aയിൽ നിന്നും a കുറച്ചപ്പോൾ 3a. 11ൽ നിന്ന് 8 കുറച്ചപ്പോൾ 3. ഈ 3നെ അപ്പുറത്ത് കൊണ്ടുപോയപ്പോൾ 15 മൈനസ് 3 12. 3a 12 ആണെങ്കിൽ a സമം 12/3, ഉത്തരം 4 എന്ന് കിട്ടി. എയുടെ വാല്യൂ 4 ആണ്. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒരു സാധനത്തിന്റെ വില ആദ്യം 30% കൂടി, എന്നിട്ട് 30% കുറഞ്ഞു എങ്കിൽ കച്ചവടത്തിൽ ആകെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില x% കൂടിയിട്ട് പിന്നെ x% കുറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില ആദ്യം x% കൂടി എന്നിട്ട് x% കുറഞ്ഞു, അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് x²/100% നഷ്ടമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിരവധി PSC പരീക്ഷകളിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു സാധനത്തിൻ്റെയും വില 10% കൂടി പിന്നീട് 10% കുറഞ്ഞു, 20% കൂടി 20% കുറഞ്ഞു. ഇതേപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തുവിന്റെ വില 30% കൂടിയിട്ട് 30% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഫോർമുലയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ എക്സ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ നമ്മൾ ആ 30% അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 30 × 30 കണ്ടോ, എക്സ് എന്ന് പറഞ്ഞാൽ 30 ആണ് ഇവിടെ പറയുന്ന ആ നമ്പർ. ഇവിടെ 10% എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ എക്സ് 10 ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 × 30 / 100. അപ്പൊ ഇതിൽ E0 ക്യാൻസൽ ആവും, E0 ക്യാൻസൽ ആവും. സോ ദ ആൻസർ ഈസ് 9%. എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഈ x²/100% എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണോ അത്രയും നഷ്ടമായിരിക്കും. സോ ദ ആൻസർ ഈസ് സി ആണ് ഇവിടെ കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 400 പുസ്തകം വാങ്ങിച്ച വിലയ്ക്ക് 320 പുസ്തകം വിറ്റാൽ ലാഭശതമാനം എത്ര? നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 400 പുസ്തകം വാങ്ങിച്ചു,
ഇപ്പം 400 പുസ്തകം വാങ്ങിച്ച വിലയ്ക്ക് ആ വില ഒരു കടയിൽ പോയി ഒരു കച്ചവടക്കാരൻ 400 പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. 400 പുസ്തകങ്ങൾ വാങ്ങാൻ അയാൾ മുടക്കിയ ആ എമൗണ്ട് 320 പുസ്തകങ്ങൾ വിറ്റപ്പോൾ കിട്ടി. അപ്പോൾ കച്ചവട ലാഭമാണ്. 420, ബാക്കി 80 പുസ്തകങ്ങൾ ഇനിയുണ്ട്, അതിൽ നിന്ന് അയാൾക്ക് ലാഭം കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ കച്ചവട ലാഭമാണ്. 400 പുസ്തകങ്ങൾ വാങ്ങിയ വിലയ്ക്ക് 320 പുസ്തകങ്ങൾ വിറ്റുവെങ്കിൽ ലാഭശതമാനം എത്ര? ഇത്തരം ചോദ്യങ്ങളിൽ ഇപ്പൊ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 2 മൊബൈലുണ്ട്, നിങ്ങൾ ഒരു കച്ചവടക്കാരനാണ്, നിങ്ങൾ 2 മൊബൈൽ വാങ്ങി. ഒരു മൊബൈല് 2 മൊബൈൽ വാങ്ങാൻ കുറച്ച് പൈസ മുടക്കിയല്ലോ. ഒരു മൊബൈൽ വിറ്റപ്പോൾ തന്നെ ഈ 2 മൊബൈൽ വാങ്ങിയ പൈസ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് ലാഭമല്ലേ? അല്ലേ? ആണ്. നിങ്ങൾ 5 നോട്ട് ബുക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു. നിങ്ങൾ 3 നോട്ട് ബുക്ക് വിറ്റപ്പോൾ തന്നെ നിങ്ങൾ ഈ 5 നോട്ട് ബുക്ക് വാങ്ങാൻ ഉപയോഗിച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയെങ്കിൽ അത് ലാഭമാണ്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. 400 പുസ്തകങ്ങൾ വാങ്ങിച്ച വിലയ്ക്ക് 320 പുസ്തകങ്ങൾ വിറ്റാൽ ലാഭശതമാനം. ഇവിടെ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ഇവിടെ തന്നിരിക്കുന്ന 2 വിലകളുണ്ട്, അതിൻ്റെ വ്യത്യാസം എടുക്കണം, ഡിഫറൻസ് എടുക്കണം. വ്യത്യാസം ഡിവൈഡ് ബൈ ഈ 320 400 ഇതിൽ ഏതാണോ ചെറിയ സംഖ്യ ആ ചെറിയ സംഖ്യ എഴുതണം ഇൻറ്റു 100. ഇപ്പം ലാഭശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ 2 വിലകൾ തരും അല്ലെ, രണ്ട് എണ്ണം തരും. 400 പുസ്തകം, 320 പുസ്തകം. ആ പുസ്തകങ്ങളുടെ വ്യത്യാസം എടുക്കണം, 80 കിട്ടും. ഇതിനകത്ത് ചെറിയ നമ്പർ ഏതാ? 320 അല്ലേടാ, ഇൻറ്റു 100. ഈ സീറോയും ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും 4 തവണ, ഈ 4ഉം 100ഉം ക്യാൻസൽ ആവും 25 തവണ. സോ ദ ആൻസർ ഈസ് 25% ലാഭം. 25% ലാഭം എന്നതാണ് ഈ ചോദ്യത്തിന്റെ കൃത്യമായ ശരിയായ ഉത്തരം. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ല. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ 87,500 ആണ്. ഒരു ഗ്രാമത്തിൽ ഇപ്പോഴത്തെ ജനസംഖ്യ 87,500 ആണ്. അത് ഓരോ വർഷവും 25% വീതം കൂടിയാണ് ഇത് 87,500 മാറിയത്. ഓരോ വർഷവും ഇവിടെ 25% ജനസംഖ്യാ വർധനവ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ 87,500 എത്തിയത്. 3 വർഷം മുമ്പുള്ള ജനസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. 3 വർഷം മുമ്പുള്ള ജനസംഖ്യ X ആണെന്നിരിക്കട്ടെ. 3 വർഷം മുമ്പുള്ള ജനസംഖ്യ X ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വർഷം എത്രയാണ് ജനസംഖ്യയിലെ വർധനവ്? 25%. വർധനവ് പറയുമ്പോൾ എപ്പോഴും 100ഉം കൂടെ ചേർത്ത് 125% എന്നേ പറയൂ. അപ്പോൾ 1ാമത്തെ വർഷം ഉണ്ടായ ജനസംഖ്യാ വർധനവ് കണ്ടുപിടിക്കാൻ 3 വർഷം മുമ്പുള്ള ജനസംഖ്യ എഴുതിയിട്ട് അതിനെ 125/100 കണ്ടുപിടിക്കണം. 2ാമത്തെ വർഷവും ഇതേപോലെ 25% വർധനവുണ്ടായി, 125/100. 3ാമത്തെ വർഷവും ഇതേപോലെ 25% വർധനവുണ്ടായി. അങ്ങനെ 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇത് 3 വർഷം മുമ്പുള്ള ജനസംഖ്യയാണ്, ഓരോ വർഷവും 25% ജനസംഖ്യാ വർധനവ് നടക്കുന്നുണ്ട്. അങ്ങനെ 3 തവണ ഇതേപോലെ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ 87,500 ജനസംഖ്യയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 വർഷം മുമ്പുള്ള ഈ ജനസംഖ്യ കണ്ടുപിടിക്കാൻ ഇവരെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. X = 87,500 ഇൻറ്റു 100/125 ഇൻറ്റു 100/125 ഇൻറ്റു 100/125. ഓക്കെ, ഇത് വെട്ടുന്നു, ഇതും വെട്ടുന്നു. ഇതിൽ 4 പ്രാവശ്യം 25 ഉണ്ട്, ഇതിൽ 5 പ്രാവശ്യം. ഇതും വെട്ടുന്നു 4 പ്രാവശ്യം, ഇത് 5 പ്രാവശ്യം. ഇതും വെട്ടുന്നു 4 പ്രാവശ്യം, 5 പ്രാവശ്യം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 5 കൊണ്ട് 5 × 5 × 5 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 125 ആണ്. ഈ 125 കൊണ്ട് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 87,500-നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു 6 തവണ അല്ലെങ്കിൽ 7 തവണ എടുത്തു കഴിഞ്ഞാൽ 125 × 7, 7×5 35, 5 ശിഷ്ടം 3, 14, 5 14, 14ഉം 3ഉം 17, 7 പിന്നെ എന്താണ് 7 ശിഷ്ടം 1 ഇവിടെ നിന്നിട്ട് 800 കണ്ടോ, 7 പ്രാവശ്യം 875. ഇവിടെ 2 0 ഉണ്ട്, അതും കൂടെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ 5 × 5 × 5 125 കൊണ്ട് നമ്മൾ എവനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 700 എന്ന് കിട്ടി. ഈ 700-നെ 4 × 4 എത്രയാണ്? 16. 16 × 4 എത്രയാണ്? 64
അല്ലേ? 4 × 4 16, 16 × 4 64. അതും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 44,800 എന്ന് കിട്ടും. അതായത് 3 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ജനസംഖ്യ 44,800 ആണ്. 25% ജനസംഖ്യാ വർധനവ് നടന്ന് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് 87,500 മാറിയത്. ഈ ചോദ്യം തുടങ്ങേണ്ടത് 3 വർഷം മുമ്പുള്ള ജനസംഖ്യ എഴുതി അതിൽ വർധനവ് കൊടുത്ത് വരണം. 1 വർഷം കഴിയുമ്പോഴുണ്ടാവുന്ന വർധനവ് ഇൻറ്റു രണ്ടാമത്തെ വർഷത്തെ വർധനവ് ഇൻറ്റു മൂന്നാമത്തെ വർഷത്തെ വർധനവ് സമം 87,500. അവിടെ നിന്ന് ഇതിനെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സിന്റെ വാല്യൂ, എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 വർഷം മുമ്പുള്ള ജനസംഖ്യയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കേണ്ടത്, ഒരു നിശ്ചിത തുക അജിത്തിനും രാജുവിനും കൂടി 4:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. രാജുവിന് കിട്ടിയത് 2,400 രൂപയാണെങ്കിൽ ആകെ എത്ര തുകയാണ് കിട്ടിയത്? ശ്രദ്ധിക്കണം, ഒരു എമൗണ്ട് ഉണ്ട്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്, എക്സ്. ഇതിനെ 2 പേർക്കായിട്ട് നമ്മൾ വീതിക്കുകയാണ്. ഒന്ന് അജിത്തിനും കൊടുക്കുന്നു, അജിത്ത് രാജുവിനും കൊടുക്കുന്നു. 2 പേർക്കായിട്ട് വീതിക്കുന്നു. ഒരാൾക്ക് 4 കൊടുത്താൽ അടുത്ത ആൾക്ക് 3, 4:3 വീതിക്കുന്നത്. ഇതിൽ രാജുവിന് കിട്ടിയ എമൗണ്ട് 2,400 ആണ്. ഇവിടെ ഞാൻ ഈ ചാർട്ടിനകത്ത്, ഇവിടെ കാണിച്ചിരിക്കുന്ന ചാർട്ടിനകത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൽ രാജുവിന് എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ രാജുവിന് 3 കിട്ടി. എത്രയിലാണ് 3 കിട്ടിയത്? 7 ഡിവൈഡ് ചെയ്തപ്പോൾ 4ഉം 3ഉം 7. ഈ എമൗണ്ടിനെ 7 ഭാഗങ്ങളാക്കിയപ്പോൾ അതിൽ 3 ഭാഗം രാജുവിനാണ് കിട്ടിയത് എന്നാണ് അർത്ഥം. അപ്പോൾ ടോട്ടൽ എമൗണ്ടിൻ്റെ രാജുവിന് കിട്ടിയത് ആകെ എമൗണ്ടിനെ 7 ഡിവൈഡ് ചെയ്തപ്പോൾ അതിൽ 3 ഭാഗമാണ് രാജുവിന് കിട്ടിയത്. അങ്ങനെ കിട്ടിയ എമൗണ്ടാണ് 2,400. ഒന്നും കൂടി പറയാം, ആകെ ഉണ്ടായിരുന്ന എമൗണ്ട് അതിനെ 7 ഡിവൈഡ് ചെയ്തപ്പോൾ അതിൽ 3 ഭാഗമാണ് രാജുവിന് കിട്ടിയത്. ആകെ ഉണ്ടായിരുന്ന എമൗണ്ട് എക്സ് ആണ്, അതിനെ 7 ഡിവൈഡ് ചെയ്തപ്പോൾ 3 ഭാഗമാണ് 2,400. ഇനി ഇത് കണ്ടുപിടിക്കാൻ, ഇത് എക്സ് കണ്ടുപിടിക്കാൻ, എക്സിൻ്റെ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരിക, 2,400 ഇൻറ്റു 7/3 ഇങ്ങനെ ചെയ്യുക. ഇനി ഈ 3ഉം ഇതും കൂടെ വെട്ടിപ്പോകുന്നു. 8 പ്രാവശ്യം, 8 3 24, 800 ഉണ്ട്. 800 8 × 7, 7 × 56 5,600 എന്ന് കിട്ടുന്നു. അതായത് ആകെ എമൗണ്ട് 5,600. 5,600നെ 4:3 അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്തപ്പോഴാണ് രാജുവിന് 2,400 കിട്ടിയത്. ഓക്കെ, കൃത്യമാണോ? വ്യക്തമായി മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നമുക്ക് എത്രയാണെന്ന് അറിയില്ല, എക്സ്. ഇതിനെ 2 വ്യക്തികൾക്കായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തെ വ്യക്തിയുടെ പേര് അജിത്തും രണ്ടാമത്തെ വ്യക്തിയുടെ പേര് രാജുവെന്നുമാണ്. അജിത്തിന് 4 കൊടുത്താൽ രാജുവിന് 3 കൊടുക്കും. അപ്പം റേഷ്യോ എങ്ങനെയാണ്? 4:3. അപ്പം നമ്മുടെ കയ്യിലുള്ള എമൗണ്ടായ ഈ എക്സിനെ നമ്മൾ 7 ഡിവൈഡ് ചെയ്യുന്നു. ആ 7ൽ 3 ഭാഗമാണ് ആർക്ക് കൊടുക്കുന്നത്? രാജുവിന്. അങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് 2,400. ഇതിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ 3/7 നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത് 7/3 ആവും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 5,600 എന്ന് കിട്ടും. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച തുക, ആകെ തുക 5,600 രൂപയാണ്. ക്ലിയർ ആണ്, വ്യക്തമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ ചോദ്യം അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 12, 14, 24 3 നമ്പറുണ്ട്. ഏതൊക്കെയാണ് നമ്പറുകൾ? 12, 14, 24. ഈ 3 നമ്പറുകളുടെ ഇതിൻ്റെ എല്ലാം 4ാം അനുപാതം എത്രയാണ്? ശ്രദ്ധിക്കണേ, 4ാം അനുപാതം കാണാൻ 2ാമത്തെ നമ്പർ ഇൻറ്റു 3ാമത്തെ നമ്പർ ഡിവൈഡഡ് ബൈ 1ാമത്തെ നമ്പർ. 2ാമത്തെ നമ്പർ ഇൻറ്റു 3ാമത്തെ നമ്പർ ഡിവൈഡഡ് ബൈ 1ാമത്തെ നമ്പർ. അപ്പോൾ 14 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 12. ഇതും വെട്ടിപ്പോകുന്നു. എത്ര തവണയാണ്? 2. ഉത്തരം 28. ഇങ്ങനെയാണ് 4ാം അനുപാതം കാണേണ്ടത്. അനുപാതം, അംശബന്ധവും അനുപാതത്തിനകത്ത് ആ ചാപ്റ്ററിനകത്ത് നമ്മൾ ഈ 2ാം അനുപാതം 3ാം അനുപാതം ഒക്കെ കാണാൻ പഠിപ്പിക്കുന്നുണ്ട്. 4ാം അനുപാതം കണ്ടുപിടിക്കാൻ BC, അതായത് 2ാമത്തെ നമ്പർ ഇൻറ്റു 3ാമത്തെ നമ്പർ ഡിവൈഡഡ് ബൈ 1ാമത്തെ നമ്പർ. ക്ലിയർ ആണ്.
അടുത്ത നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 12 കൊണ്ടും 18 കൊണ്ടും 30 കൊണ്ടും നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 9 വരണം. ഒരു നമ്പറുണ്ട് കേട്ടോ, ഒരു നമ്പറുണ്ട്. ഈ നമ്പറിനെ കുറേ നമ്പറുകൾ അങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന നമ്പറിൻ്റെ പ്രത്യേകത, നമ്മൾ 12 കൊണ്ടോ അല്ലെങ്കിൽ 18 കൊണ്ടോ 30 കൊണ്ടോ ഈ നമ്പറിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം എത്ര കിട്ടും? ശിഷ്ടം നമുക്ക് 9 കിട്ടും. അങ്ങനെ വരുന്ന കുറേ സംഖ്യകളുണ്ടാവും. ഇങ്ങനെ വരുന്ന സംഖ്യകൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ 3 നമ്പരും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 നമ്പരും എടുത്തിട്ട് അതിനെ നമ്മൾ ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. LCM 12, 18, 30ൻ്റെ LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കുമ്പോൾ 6, എല്ലാത്തിനും 6 ഇരിപ്പുണ്ട് അല്ലേ? 12ലും 18ലും 30ലും എല്ലാം 6 ഉണ്ട്. അങ്ങനെ ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 5 പ്രാവശ്യം. ഇവിടുത്തെ LCM എത്രയെന്ന് ചോദിച്ചാൽ LCM അപ്പം 6 × 12 6 × 2 × 3 × 5 6 × 2 എത്രയാണ്? 12 12 × 3 എത്രയാണ്? 36 36 × 8 എത്രയാണ്? 180. കണ്ടോ, 180 എന്ന് LCM കിട്ടി. ഇനി എത്രയാണ് ശിഷ്ടം വരേണ്ടത്? 9 അല്ലേ? ഈ 180ൻ്റെ കൂടെ 9 കൂടി കൂട്ടുക, 189. എൻ്റെ പൊന്നു പിള്ളേരെ ശ്രദ്ധിക്കണം, 189 എന്ന് പറയുന്ന നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് 18 കൊണ്ടും 12 കൊണ്ടും 30 കൊണ്ടും ഹരിച്ചാൽ, ഒന്നുകൂടി 18 കൊണ്ടും 12 കൊണ്ടും 30 കൊണ്ടും ഈ നമ്പറിനെ ഹരിച്ചാൽ നമുക്ക് 9 ശിഷ്ടം കിട്ടിയിരിക്കും. ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 4/12. 4/12നെ 2ൻ്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 12 എന്ന് എഴുതാം. 2ൻ്റെ സ്ക്വയർ ആണ് 4. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ഈ 2 ബേസാക്കി എടുത്തുകൊണ്ട് 2 × 12 24. അപ്പോൾ 4/12ന് നമുക്ക് എങ്ങനെ എഴുതാം? 2/24 എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് √4 ദ ഹോൾ റൈസ് ടു 20 എന്നാണ് അല്ലേ? √4 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? √4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2/20 എന്നല്ലേ? അല്ലേ? ആണ്. അപ്പോൾ ഇൻറ്റു 2/20 = 2/2x എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 4/12നെ നമ്മളിവിടെ പ്രോസസ്സ് ചെയ്തു. കണ്ടോ, ഇതാണ് 4/4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ റൈസ് ടു 12. അപ്പോൾ 2 പവർ ഉണ്ട്. ഇപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ 2 പവറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 24 ആക്കി. ഇവിടെ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഈ 20 അതുപോലെ ആയി. അപ്പം ഇത് ഇങ്ങനെ ആക്കി. കണ്ടോ, ഇനി ഇതിൻ്റെ 2ൻ്റെയും ബേസ് കണ്ടോ, ഇവിടെ 2ൻ്റെയും ബേസ് എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 2ൻ്റെ ബേസ് 2 ആണെങ്കിൽ ഒരു 2 എഴുതുക. എന്നിട്ട് പവറിനെ കൂട്ടി എഴുതുക. 24ഉം 20ഉം 44. 44 = 2/2x. ഇവിടെ ഈ സമം കിടക്കുന്നുണ്ടോ? ഈ സമത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ സമത്തിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഈക്വൽ എന്നല്ലേ? ഈ ചിഹ്നം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ ഈക്വൽ എന്നാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ബേസ് 2 എക്സ്പോണൻസ് അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നത്? 2 കൃത്യങ്ങളല്ലേ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്? അതിൻ്റെ ബേസ് നോക്കടാ, 2ൻ്റെ ബേസ് 2 അല്ലേ? ആണ്. അപ്പോൾ പവറും ഈക്വൽ ആയേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതാം 2x = 44. x = 44/2. സോ ദ ആൻസർ ഈസ് 22. ആൻസർ 22 ആണ്. ആൻസർ 22. ക്ലിയർ ആണ്. അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ. ഇത് കൃത്യങ്ങൾ എല്ലാ PSC പരീക്ഷകളിലും എക്സ്പോണൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു സമചതുര കട്ട എങ്ങനെയായിരിക്കുക? ഒരു സമചതുര കട്ട എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഒരു സമചതുര കട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒരു സമചതുര കട്ടയുടെ വികരണം എന്ന് പറഞ്ഞാൽ ഒരു കോർണറിൽ നിന്നും എതിർ കോർണറിലേക്കുള്ള ഇങ്ങനെയുള്ള ഒരു അകലമാണ് നമ്മൾ വികരണം എന്ന് പറയുന്നത്. വികരണം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട് അല്ലേ? നമുക്ക് വികരണം കണ്ടുപിടിക്കുന്ന ഫോർമുല a√3 എന്നാണ്. ഈ വികരണം ഇവിടെ ക്വസ്റ്റ്യൻ, ഇത് വികരണം കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ്. ഒരു സമചതുര കട്ടയുടെ വികരണം എത്രയെന്നുള്ളത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 10√3. കണ്ടോ, ഈ a എന്താണ്? a എന്ന് പറഞ്ഞാൽ ഈ സമചതുരത്തിൻ്റെ ഒരു വശമാണ്. ഈ വശത്തെയാണ് നമ്മൾ a എന്ന് പറയുക. ഈ എയുടെ സ്ഥലത്ത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 10. ബാക്കി √3 തന്നെയാണ്. അപ്പോൾ വശം = എത്രയെന്ന് പറയാം?
10 എന്ന് പറയാം. ഇതിൻ്റെ വ്യാപ്തമല്ലേ കണ്ടുപിടിക്കേണ്ടത്? വ്യാപ്തം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ വശത്തെ 3 തവണ ഗുണിക്കണം. 10 × 10 × 10 is equal to 1000 എന്ന് കിട്ടുന്നു. 1000 മീറ്റർ ക്യൂബ്. സോ ദ ആൻസർ ഈസ് 1000 മീറ്റർ ക്യൂബ്. അതായത് ഒരു സമചതുര കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാൻ വശത്തെ 3 തവണ ഗുണിച്ചാൽ മതി. അപ്പോൾ വശം 10 ആണെങ്കിൽ 3 തവണ 10 എത്രയാണ്? 1000. 1000 ആണ് കൃത്യമായ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു പൈപ്പ് വഴി ടാങ്ക് ഒഴിക്കാൻ 10 മണിക്കൂർ സമയമെടുത്തു. ശ്രദ്ധിക്കുക, ഒരു പൈപ്പ് വഴി ടാങ്ക് ഒഴിക്കാൻ 10 മണിക്കൂർ. അപ്പം ആദ്യത്തെ പൈപ്പിന് നമുക്ക് എ എന്ന് കൊടുക്കാം. എ എന്ന് പറയുന്ന പൈപ്പ് വഴി ടാങ്ക് ഒഴിക്കാൻ 10 മണിക്കൂർ വേണം. ഓക്കെ. ഇനി രണ്ടാമത്തെ പൈപ്പ് വഴി ടാങ്ക് ഒഴിക്കാൻ 5 മണിക്കൂർ വേണം. 5 hours വേണം. ഈ 2 പൈപ്പും ഒരുമിച്ച് തുറന്നു വിട്ടാൽ എത്ര നേരം കൊണ്ട് ടാങ്ക് ഒഴിക്കാൻ കഴിയും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് പൈപ്പ് ആൻഡ് ടാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ചെറിയ ചാപ്റ്ററാണ് ഇത്. നമ്മൾ ടൈം ആൻഡ് വർക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. എ ഒരു ജോലി 10 മണിക്കൂർ കൊണ്ടും ബി ഒരു ജോലി 5 മണിക്കൂർ കൊണ്ടും ചെയ്താൽ എയും ബിയും ചേർന്ന് ആ ജോലി എത്ര മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ xy/x+y. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10, വൈ എന്ന് പറഞ്ഞാൽ 5, 10ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 15. ഇതങ്ങടെ വെട്ടിപ്പോകുന്നു ഒരു പ്രാവശ്യം, ഇത് 3 പ്രാവശ്യം. 10/3. 10/3 നിങ്ങളുടെ കണ്ടുപിടിക്കണേ. ദാ ഇങ്ങനെയല്ലേ? 3 പ്രാവശ്യം 9 ശിഷ്ടം 1 3 1/3 അവർ. ഇതാണ് ഉത്തരം. അപ്പോൾ 3 1/3. എടാ ഒരു പൈപ്പ് തുറന്ന് ഈ ടാങ്കിലെ വെള്ളം മുഴുവനും കളയാൻ 10 മണിക്കൂർ എടുക്കും. വേറൊരു പൈപ്പ് വഴിയാണെങ്കിൽ 5 മണിക്കൂർ എടുക്കും. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പും തുറന്നാൽ ഇത് പൂർണ്ണമായും ഒഴിയാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ xy/x+y. ഇതിൽ ആൻസർ 3/1/3 എന്ന ഉത്തരം കിട്ടും. 12ാമത്തെ ചോദ്യമാണ്. 2000 രൂപയ്ക്ക് 10% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്ത്? ഇവിടെ കൂട്ടുപലിശ കണ്ടുപിടിക്കേണ്ട ഫോർമുല A is equal to P into 1 plus R/100 the whole raised to n. ഇതാണ് ഫോർമുല. ഇതാണ് കൂട്ടുപലിശ. പക്ഷേ ഈ ഫോർമുലയിൽ നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ ഞാൻ പറയാം, ഇവിടെ A ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഈ മുതലും പലിശയും ചേർന്നാണ് കിട്ടുന്നത്. അതിൽ നിന്ന് മുതൽ കുറച്ചാണ് നമ്മൾ പലിശ എടുക്കേണ്ടത്. കൂട്ടുപലിശയുടെ ചാപ്റ്റർ 8ാം ക്ലാസ്സിലാണ് പഠിക്കേണ്ടത്. ഈ ഒരൊറ്റ ഫോർമുലയാണ് അതിന് നിതാന്തം. ഇവിടെ P എന്ന് പറഞ്ഞാൽ 2000. ഓക്കെ. 1 plus R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 10/100 ദ ഹോൾ റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 3 വർഷം. ഇപ്പോൾ ഇവിടെ 100 × 1 100, 100ഉം 10 110, 2000 × 110/100. ഇങ്ങനെ 3 തവണ 110/100, അതേപോലെ 110/100. ഓക്കെ. 0 0 ക്യാൻസൽ, 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 ഈ 0 ക്യാൻസൽ. 11 × 11 121. 121ഉം 121 ആണ്. 11 × 11. അതേപോലെ ഈ 2 × 11 22. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 2 4 2. ഇവിടെ 2 4 2 കൂട്ടുക. 2 6 6 2. 2662. ഈ 2662 നമുക്കറിയാം ഇതിനകത്ത് എ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ആണ്. നമ്മൾ ഇട്ട 2000വും പലിശ അതിനകത്തുണ്ട്. അങ്ങനെ കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിനകത്തുനിന്ന് നമ്മൾ ഇട്ട എമൗണ്ടിനെ കുറച്ചാൽ പലിശ മാത്രമായി കിട്ടും 662 രൂപ. 662 രൂപയാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 110 കിലോമീറ്റർ അല്ലെങ്കിൽ 110 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 60 km/h വേഗത്തിൽ ഓടുന്നു. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നീളം കണ്ടോ, ഒരു ട്രെയിനിൻ്റെ നീളം 110 മീറ്ററാണ്. അപ്പം നീളം ഞാൻ എഴുതുകയാണേ. നീളം 110 മീറ്ററാണ് ഒരു ട്രെയിനിൻ്റെ നീളം. അതിൻ്റെ വേഗതയോ, വേഗത ഞാനിവിടെ എഴുതുകയാണേ. വേഗത 60 km/h. ഓക്കെ. ഇനി വേറൊരു ട്രെയിൻ അതിൻ്റെ എതിർ ദിശയിൽ പോകുന്നുണ്ട്. ആ ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു ട്രെയിനിൻ്റെ കൂടെ നീളം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിൻ്റെ നീളം കൂടെ ഞാനിവിടെ കൂട്ടി വെച്ചു. ട്രെയിനിൻ്റെ ചോദ്യങ്ങളിൽ 2 ട്രെയിനുകളുടെ നീളം തന്നാൽ
എപ്പോഴും ആ നീളങ്ങളെ കൂട്ടണം. ഒരു ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിനകത്ത് എപ്പോഴും 2 ട്രെയിനിൻ്റെ നീളം തന്നാൽ നമ്മൾ ആ ട്രെയിനിൻ്റെ നീളങ്ങളെ കൂട്ടി ഒന്നാക്കി എടുക്കണം. 280 മീറ്റർ. ഒന്നാമത്തെ ട്രെയിനിൻ്റെ വേഗത 60ഉം രണ്ടാമത്തെ ട്രെയിനിൻ്റെ വേഗത 80 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഈ പോകുന്ന ദിശയോ, ഒന്നാമത്തെ ട്രെയിൻ ഈ ദിശയിലും രണ്ടാമത്തെ ട്രെയിൻ ഈ ദിശയിലുമാണ്. എതിർ ദിശയിലാണ് ട്രെയിൻ ഓടുന്നത്. എതിർ ദിശയിൽ ട്രെയിൻ ഓടിയാൽ സ്പീഡുകളെ കൂട്ടണം. എന്നിട്ട് നമുക്ക് സമയം കണ്ടുപിടിക്കണം. സമയം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ദൂരം എന്ന് പറഞ്ഞാൽ നീളം 280, വേഗത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടണം. 60ഉം 80ഉം കൂട്ടണം. 60ഉം 80ഉം കൂട്ടിയാൽ നമുക്ക് 140 എന്നല്ലേ കിട്ടുക? 140 എന്ന് കിട്ടും. ഓക്കെ, ഇനി 140 km/h. ഇവിടെ 280 മീറ്റർ. ഇവിടെ മീറ്ററും ഇവിടെ കിലോമീറ്ററും വന്നിരിക്കുന്നു. ഒരിക്കലും പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ 140നെ 5/18 കൊണ്ട് എന്ത് ചെയ്യണം? ഈ 140നെ 5/18 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഈ 140 km/h എന്നുള്ളത് m/s മാറും. അപ്പോൾ ഇവിടെ നമ്മൾ 140ൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 5/18 കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഈ km/h അവിടെ മാറിയിട്ട് m/s ആവും. ഇവിടെ മീറ്റർ ഇവിടെ മീറ്റർ. ഇപ്പം പ്രശ്നമില്ല. ഈ 18 അങ്ങ് മുകളിൽ പോകുന്നു. 280 × 18 ഡിവൈഡഡ് ബൈ 140 × 5 എന്നാവുന്നു. ഇതും കൂടെ വെട്ടിപ്പോകുന്നു 2 തവണ. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. 2 × 18 36. 36/5 എത്രയാന്ന് നോക്കണം. 36/5. 5 7 5 35. 5 ശിഷ്ടം 1. ഒരു പോയിന്റ് ഇടുന്നു, 0 കൊടുക്കുന്നു 2 പ്രാവശ്യം. സോ ദ ആൻസർ ഈസ് 7.2 സെക്കൻഡ്. ക്ലിയർ ആണ്? വളരെ വ്യക്തമാണ്. ട്രെയിനിൻ്റെ ചോദ്യങ്ങളിൽ ട്രെയിനിന് 2 ട്രെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ട്രെയിനിൻ്റെ നീളം തരും. നീളം രണ്ടും കൂടെ കൂട്ടണം. എല്ലാ ചോദ്യങ്ങളിലും കൂട്ടണം. ട്രെയിനിൻ്റെ ദിശ നോക്കുക. ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിന് എതിരെയാണ് പോകുന്നതെങ്കിൽ 2 ട്രെയിനുകളുടെ സ്പീഡുകളെ കൂട്ടുക. 2 ട്രെയിനും ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ ആ സ്പീഡുകളെ കുറയ്ക്കുക. ക്ലിയർ ആണോ? എന്നിട്ട് നമ്മുടെ സമയത്തിൻ്റെ ബേസിക് ഇക്വേഷനാണ് ടൈം കണ്ടുപിടിക്കാൻ ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ബേസിക് ഇക്വേഷനാണ് അവിടെ ഇട്ട് കൊടുക്കുക. അവിടെ ഇടുമ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട്. ദൂരം തന്നിരിക്കുന്ന മീറ്ററിലാണെങ്കിൽ താഴെ വേഗതയും മീറ്ററിലായിരിക്കണം. ഇവിടെ കിലോമീറ്ററിലാണ് ഉത്തരം. അതുകൊണ്ട് തന്നെ m/s മാറ്റാൻ 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ക്ലിയർ ആണോ? സോ ദ ആൻസർ ഈസ് 7.2 സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഇന്നെന്താ പറഞ്ഞത്? നമ്മുടെ ഈ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ വരുന്നുണ്ട്. ഒരുപാട് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണിത്. ഇതുപോലത്തെ കൃത്യമായ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, നിങ്ങളുടെ ഷെയർ ഒക്കെ ഉണ്ടാവണം. ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. ആ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ സെഷനകത്ത് എന്താ പ്രത്യേകത എന്നറിയാമോ? മോസ്റ്റ് ഇമ്പോർട്ടൻ്റിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCയുടെ ചോദ്യങ്ങളും അതിൻ്റെ അനാലിസിസും നടത്തുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്നിലധികം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനുകൾ ഇപ്പോൾ നമ്മുടെ ഹാജാസ് ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മുടെ അസിസ്റ്റൻ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാനോ LP UP കേറ്റോ ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിലേക്ക്, നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരാം. നമ്മുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകളുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ എല്ലാ കോഴ്സുകൾക്കും 50% ഓഫറുണ്ട്. LP UP പ്രത്യേകിച്ച് 2 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാവരും ഹാജാസ് ക്ലാസ്സിലായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.